നമസ്കാരം. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്ന് കരുതി എന്തും കാണിക്കാം, എന്തും പറയാം, എന്തും ചെയ്യാം എന്നുള്ള ഒരു ധാർഷ്ട്യം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഉണ്ട് എന്ന് പൊതുവെ അവരുടെ പാർട്ടിക്കാർ തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ കീലേരി അച്ചു ചമഞ്ഞ്, അതായത് മാമുക്കോയ ചെയ്ത ഒരു കഥാപാത്രമാണ് ഈ കീലേരി അച്ചു എന്ന് പറയുന്നത്. വലിയ ധൈര്യവാനായിട്ട് നിൽക്കും, പക്ഷേ യഥാർത്ഥ ആൾ ധൈര്യവും മനഃശക്തിയുമുള്ള ആൾ വന്നു കഴിഞ്ഞാൽ അവരോടൊപ്പം കൂടും എന്നുള്ളതാണ്. ഇപ്പോൾ പുതിയൊരു പേര് കൂടി പിണറായി വിജയന് ചാർത്തി കിട്ടിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത് കീലേരി അച്ചു എന്നുള്ളതാണ്. കാരണഭൂതൻ, ഇരട്ടച്ചങ്കൻ, അതിനൊക്കെ ശേഷം ഇപ്പോൾ കീലേരി അച്ചു ഒരു കത്തിയും പിടിച്ച് ആളുകളെ പേടിപ്പിച്ച് നടക്കുകയാണ്. പക്ഷേ പേടിപ്പിക്കൽ മാത്രമേ ഉള്ളൂ. യഥാർത്ഥ വ്യക്തി കടന്നു വന്നാൽ, അല്ലെങ്കിൽ യഥാർത്ഥ സംഭവങ്ങൾ അവിടെ നടന്നു കഴിഞ്ഞാൽ ഈ കീലേരി അച്ചുവിന്റെ പൊടി പോലും കാണാനില്ല. ഇപ്പോൾ BJP യുവ നേതാവ് യുവരാജ് ഗോകുൽ, അദ്ദേഹം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചർച്ചയിൽ പങ്കെടുത്തു. അപ്പം റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് സ്ഥലമേറ്റെടുക്കൽ ചുമതലയാണ് കേരള സർക്കാരിനുള്ളത്. അതിനുവേണ്ടി കൃത്യമായി തന്നെ റെയിൽവേ പണം നൽകുകയും ചെയ്തു. അപ്പം ഈ പണമൊക്കെ എന്ത് ചെയ്തു? ഇത് വകമാറ്റി ചെലവഴിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ അതെങ്ങനെ സാധിച്ചു? ഈ കീലേരി അച്ചു ചമഞ്ഞ് റെയിൽവേയും കേന്ദ്ര മന്ത്രാലയങ്ങളെയും ഒക്കെ പേടിപ്പിച്ച് നിർത്താം എന്ന് വിചാരിക്കേണ്ട. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തെയും കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തെയും ഒന്നും പേടിപ്പിച്ച് നിർത്താൻ നോക്കണ്ട എന്ന കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് ശ്രീ യുവരാജ് ഗോകുൽ കൃത്യമായി തന്നെ ഈ കാര്യങ്ങൾ കേരള സർക്കാരിനോടും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനോടും ചോദിച്ചത്. ഈ കീലേരി അച്ചു ചമഞ്ഞ് കോമാളിത്തരവും ഗുണ്ടായുസും ഒക്കെ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത് ആരാണെന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും നല്ല ധാരണയുണ്ട്. അനിൽകുമാർ, എനിക്ക് ഇന്ദ്രനെ പേടിയില്ല, ചന്ദ്രനെ പേടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കീലേരി അച്ചു കളിച്ച് നടക്കുന്ന ആരാണെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് നല്ല ധാരണയുണ്ട്. ഈ തിരുവനന്തപുരം മുതൽ നമ്മുടെ കന്യാകുമാരി സെക്ടർ വരെ, നാഗർകോവിൽ വരെയുള്ള റെയിൽവേ പാത ഇരട്ടിപ്പിക്കലിന് വേണ്ടിയിട്ട് റെയിൽവേ തന്നിട്ടുള്ള കാശ് എന്ത് ചെയ്ത് സാറേ, ഒന്ന് പറഞ്ഞുതരാമോ? ആ കാശെടുത്ത് വകമാറ്റി ചെലവഴിച്ചു എന്നാണ് റെയിൽവേ പറയുന്നത്. ആ കാശ് തന്ന കാശിന് ഭൂമി ഏറ്റെടുത്തു കഴിഞ്ഞാൽ മാത്രമേ ബാക്കി പണിക്കുള്ള പൈസ അവർ തരത്തുള്ളൂ. അതുകൊണ്ട് അവിടുത്തെ റെയിൽവേ വികസനം മുരടിച്ച് കിടക്കുകയാണ്. അനിൽകുമാർ സഖാവിന് വല്ലതും അറിയോ അതിനെ കുറിച്ചിട്ട്? ഇനിയും കീലേരി അച്ചു ചമഞ്ഞ് മറ്റുള്ളവരുടെ മുന്നിൽ നാടം കിടരുത്. കീലേരി അച്ചുവിനെ സഖാക്കൾക്ക് നിങ്ങളുടെ മുന്നിൽ റാൻ മുളി നിൽക്കുന്നവർക്ക് ഭയമുണ്ടായിരിക്കാം. പക്ഷേ യഥാർത്ഥ ഹീറോയ്ക്ക് ഇത്തരത്തിലുള്ള ഫേക്ക് ഹീറോസിനെ, അല്ലെങ്കിൽ വില്ലനുമല്ല ഹീറോയുമല്ല, വെറും കോമാളി ഹീറോസിനെ ഭയമൊന്നുമില്ല. നിങ്ങളെ നോക്കി പുച്ഛിച്ച് ചിരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ കേരള ജനതയും നിങ്ങളെയൊക്കെ നോക്കി പുച്ഛിച്ച് ചിരിക്കുകയുള്ളൂ. കീലേരി അച്ചു ചമഞ്ഞ് കേരളത്തിൽ കിടന്ന് വലിയ സർക്കസ് ഒന്നും കാണിക്കേണ്ട. ഇത് കേരളം എന്നത് ഇന്ത്യയുടെ ഭാഗമാണ്, ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭാഗമാണ്. കേരളം എന്നത് നിങ്ങൾക്കാർക്കും CPM-നോ പിണറായിക്കോ തീരെഴുതി കിട്ടിയ പ്രദേശമല്ല. നിങ്ങൾ ഇവിടുത്തെ നാട്ടുരാജാവൊന്നുമല്ല, തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ്. ഇന്ത്യയുടെ ഭാഗമായുള്ള, ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ ഭാഗമായുള്ള ഒരു സംസ്ഥാനം മാത്രമാണ് കേരളം. അതുപോലെ കേന്ദ്ര സർക്കാരിനെയും കേന്ദ്ര മന്ത്രാലയങ്ങളെയും കേന്ദ്രമന്ത്രിമാരെയും കേന്ദ്ര നേതാക്കളെയും ഒക്കെ കീലേരി അച്ചു ചമഞ്ഞ് പേടിപ്പിച്ച് ഒരു പീച്ചാങ്കത്തിയുമായി നടന്ന് വരട്ടാൻ നോക്കണ്ട. അതൊന്നും ഇവിടെ നടപ്പാവുകയില്ല എന്ന കാര്യം തീർച്ചയായിട്ടും അങ്ങേപോലുള്ള ഇത്രയും കാലത്തെ പൊതുപ്രവർത്തന പരിചയമുള്ള ഒരു വ്യക്തി മനസ്സിലാക്കിയിരുന്നാൽ നന്നായിരിക്കും. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.